ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു വ്ലോഗ് എടുക്കാൻ പോവാണ് ഗൈസ്. ചെയ്യാം. അങ്ങനെ 2025 വർഷത്തെ വിദ്യാരംഭമാണ് നമ്മൾ വ്ളോഗായിട്ട് എടുക്കാൻ പോകുന്നത്. ഡാൻസ് ക്ലാസ്സിൽ ഒരുങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ തലേ ദിവസത്തെയും കൂടെ കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക്. വിദ്യാരംഭം കരിഷ്യാമി ശ്രീ സരസ്വതി നമോസ്തുതേ. ശ്രീ സരസ്വതി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേ ഭവതു വേഷദ. ഇന്ന് ഒക്ടോബർ 2. വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വിദ്യാരംഭം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ദിവസത്തെ കാഴ്ചകളിലൂടെ നമുക്ക് പോകാം. ശിഖരമിരുന്ന് നിലം തൊട്ട് നമസ്കരിച്ചു. രാവിലെ 8 മണിക്കാണ് കുട്ടികളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 മണി മുതൽ 11 മണി വരെയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദക്ഷിണ വാങ്ങുന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദക്ഷിണ വാങ്ങിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും നമ്മൾ ഓരോരോ ചുവടുകളാണ് ചെയ്യിപ്പിക്കുന്നത്. തട്ടടവ്, നാട്ടടവ്, അങ്ങനെയുള്ള അടവുകൾ. പിന്നെ അതുപോലെ തന്നെ അവർ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വ്ളോഗിൽ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയും നേടിയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. എല്ലാവരും കൈകൾ നീട്ടി നിൽക്കുള്ളൂ. കൈകൾ നീട്ടി വർഷത്തിൽ ഒക്ടോബർ 2 വിദ്യാരംഭവും പിന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണെന്ന് അറിയാലോ നമുക്ക്. രണ്ടും ഒരേ സമയത്താണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഗാന്ധിജിയെ മനസ്സ് നിറഞ്ഞ് സ്മരിക്കുകയാണ് ഈ ഒരു നിമിഷം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷൻസും വീഡിയോസും ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. കടകാമുഖം വെച്ച് അരമള്ളിയിരിക്കുക. കടകാമുഖം 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. അതുപോലെ
ഓക്കേ ഓക്കെ, ബാഗ് എടുത്ത് എല്ലാവരും പോയിക്കോളൂ. എല്ലാ മക്കളുടെയും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചിലവർ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വൈകി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേരുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്ലാസ്സിലെ വിദ്യാരംഭം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.